ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജിബിൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഷോർട്സിലൂടെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറത്ത് കർമ്മയിലാണ്. അടിപൊളി സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ഗോവ സെറ്റപ്പൊക്കെ കിട്ടി. അതുകൊണ്ടാണ് ഇന്നലെ ഇവിടെ തന്നെ കൂടിയത്. ഇന്നലെ നമ്മൾ ജസ്റ്റ് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്തുള്ളൂ. പൊന്നാനിയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പൊന്നാനിയും വേറെ ലെവലാണ്. ശരിക്കും പൊന്നാനിക്കാർ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയോണ്ടാണ് ഞാൻ ഇന്നലെ വീണ്ടും ഇവിടെ തന്നെ നിന്നത്. അത്രയും അടിപൊളി സ്ഥലമാണ്. ട്രാവലിംഗ് ഒക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പൊന്നാനിക്കാരുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞാനിവിടെ വന്നിട്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയും എടുത്തുകൊണ്ട് നടക്കിയിരുന്നു. അത്രയും വലിയ കാര്യമായിട്ടാണ് എന്നെ നോക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ ജനനെയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിള്ളേരുകളാണെങ്കിലും ഭയങ്കര സപ്പോർട്ട്, വലിയവരാണെന്നുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പൊന്നാനി വിടണം. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്ത സ്പോട്ട് പിടിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കോഴിക്കോടാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കാസർഗോഡേക്ക് പോകും. അപ്പോൾ നമുക്കിന്ന് കോഴിക്കോടേക്കുള്ള യാത്രയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസത്തൊക്കെ വ്ളോഗ് ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ജന്നയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മീൻസ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ജന്നയുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ, ജന്നയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡായി. അപ്പോൾ ഡേ 3 തൊട്ടാണ് നമ്മൾ വ്ളോഗായിട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇത്രയും ദിവസം നമ്മൾ ഷോർട്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വ്ളോഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ട്രാവലിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതിയിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് കാണിക്കാം. നമുക്ക് എവിടെയായിരുന്നാലും ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഷെൽട്ടറാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ടെൻ്റാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈക്ലിനാണ് വന്നിരിക്കുന്നത്. സൈക്ലിന് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് സൈക്ലിംഗ് ഷോർട്സ്, അതുപോലെ തന്നെ സൈക്ലിംഗ് ജേഴ്സി. ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളത് ബാഗുകളാണ്. ബാഗുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം ഈ ഒരു ഷേപ്പിലുള്ളതാണ്. നമുക്കിത് മൊത്തം നമ്മളെ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇത്തിരി കൂടിയും വില കൂടിയിട്ടുള്ള പവർ ബാങ്ക്, പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വെക്കാനായിട്ടൊരിത്. ഇത് പിന്നെ ടെൻറ്റിൻ്റെ ബാഗാണ്. പിന്നെ ഞാൻ വീതി പുതപ്പൊന്നും എടുത്തല്ല, അതിന് പകരം 2 മുണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് അത്രയും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വാട്ടർ ബോട്ടിൽ ഒരെണ്ണം ജന്നയ്ക്കും അതുപോലെ തന്നെ ഒരെണ്ണം എനിക്കുണ്ട്. പിന്നെ ഹെൽമെറ്റ്, അത് മെയിനാണ് സൈക്ലിങ്ങിൽ. അതുപോലെ തന്നെ കണ്ണിൽ പൊടി കാര്യങ്ങളൊക്കെ പോകാതിരിക്കാനായിട്ട് ഒരു പൊടിയല്ല ഗ്ലാസ്സും. പിന്നെ സൈക്ലിങ്ങിൻ്റെ ഒരു പാഡ്. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല, എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഷൂ, അതുപോലെ തന്നെ ഒരു ക്രോക്സ്, അതിപ്പോൾ സാധാ ചെരുപ്പായാലും മതി. പിന്നെ ജന്നയുടെ സാധനങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത് മൊത്തം. അത് ജന്നയുടെ മെയിൻ ഫുഡുണ്ട്. ഇതൊരു പില്ലോയാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഞാൻ വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തരാം. ഈ സിറഞ്ച് ജന്നയ്ക്ക് മെഡിസിൻ കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടർ ബെൽറ്റ് ഉണ്ട്. പിന്നെ ചെവിയൊക്കെ അടച്ചു വെക്കാനുള്ള ഒരു ക്യാപ്പ് ഉണ്ട്. പിന്നെ അവളുടെ കുറച്ച് ട്രീറ്റും ഫുഡുകളാണ്. പിന്നെ അവൾക്കൊരു ഹാർഡ്നെസ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ട്രാവലിംഗ് ടൈമിലാണ്. കാരണം ഇതിൽ ഒരു എക്സ്ട്രാ ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ ആളെ ഫുള്ളായിട്ടൊന്ന് പെട്ടെന്ന് പിടിച്ച് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പോകാൻ പറ്റും. പിന്നെ ഇതൊക്കെ ബിസ്ക്കറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊന്നാനിക്കാർ വേറെ വരാം. ഇന്ന് ചിലപ്പോൾ ഹർത്താലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫുഡ് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിച്ചു തന്നതൊക്കെ. കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കുറച്ച് തന്ന. പിന്നെ ജന്നയുടെ കുറച്ച് ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത്രയും പാടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അധികം സാധനങ്ങളൊന്നും സൈക്ലിങ്ങിൽ എടുക്കാൻ പാടില്ല. കാരണം വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ടി വരും ചവിട്ടാനായിട്ട്. പിന്നെ സൈക്കിൾ നമ്മുടെ താഴെയാണ് ഇരിക്കുന്നത്. സൈക്കിൾ ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ജന്നയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കാനായിട്ടൊരു 2 പോർഷൻ ഉണ്ട്. ഫ്രണ്ട് കാല് ഫ്രണ്ടിലും ബാക്ക് കാല് ആ കാണുന്ന ചെറിയ സീറ്റിലുമായിട്ട് വെക്കുള്ളൂ. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ക്യാരിയറും ചെയ്തിട്ടുണ്ട് ഇത്തിരി വലിയ രീതിയിൽ തന്നെ. അതിൽ ഇനി മാറ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സുഖമായിട്ട് കിടക്കാനും പറ്റും. പിന്നെ അടിയിലൊരു ബാഗുണ്ട്. അതിലാണ് നമ്മുടെ മെഡിസിൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചേക്കുന്നത്. വെച്ചാൽ എപ്പോഴും അത്യാവശ്യം വരാത്തത് എന്നാൽ മുകളിൽ എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളും അതിലാണ് വെച്ചിരിക്കുന്നത്. കാണല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ. ഇനി ഞങ്ങൾക്കൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്തോരം സാധനങ്ങൾ ഉണ്ടെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അതെ, പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് സൈക്കിളിൻ്റെ 2 സൈഡിൽ വെക്കുന്ന രീതിയിൽ 2 ബാഗായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഈ കാണുന്ന മൊത്തം ഫുഡ് ഐറ്റംസ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. നമുക്ക് പച്ചക്ക് പറഞ്ഞാൽ പൊന്നാനിക്കാർ മേടിച്ചു തന്ന സാധനങ്ങളാണ്. ഇതിൽ എൻ്റെ മറ്റേ ഇത്തിരി റേറ്റ് കൂടിയ ഗഡ്ജറ്റ്സ്.
ഇത്രയും ബാഗ്, അതായത് ഈ 4 സെക്ഷനായിട്ടായിരിക്കും ബാഗ് നമ്മൾ വെക്കുന്നത്. പിന്നെ മറ്റേ ചെറിയ ബാഗുകളുണ്ടാവും സൈക്കിളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഓക്കെ, ജെന്നോടി ഉണ്ട് ഇവിടെ. ഇന്നലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇവിടെ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ഇഷ്യൂ ഭയങ്കരമാണ്. ശരിയാണ്, രാത്രി വൻ സീനായിരുന്നു. അമ്മാതിൽ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജെന്നെ തിരിച്ചും ഷൗട്ട് ചെയ്യും, അവരടിയിൽ നിന്നും ഭയങ്കര ഇതായിരുന്നു. ഇത് വെച്ചുകൊണ്ട് അവർ ഇങ്ങോട്ട് കയറി വന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ പഴയതുപോലെ ആക്കിയിട്ട് സൈക്കിളിൽ ബാഗ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒന്ന് ഫ്രഷ് ആവണം. അത് നിങ്ങളെപ്പോഴെങ്കിലും കാസർഗോഡോ ആ റൂട്ട് അല്ലെങ്കിൽ തിരുവൂർക്കോ വല്ലതും വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കയറി ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് കർമ്മ എന്ന് പറയുന്നത്. പൊന്നാനി കർമ്മ അടിപൊളി, ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഭാരതപ്പുഴയുടെ ബാക്കിയാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ നൈറ്റ് ലൈഫ് അടിപൊളി ഇവിടെ, നല്ല രീതിയിലുള്ള ആൾക്കാരുടെ പെരുമാറ്റമാണ് മെയിൻ കാര്യം. ഇവിടുത്തെ മീൻസ് ഇവിടെ ജനങ്ങളുടെ പെരുമാറ്റം ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റൈഡ് കഴിഞ്ഞിട്ട് വീണ്ടും വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ട് റൈഡ് കഴിഞ്ഞിട്ട് വരണം. കുറച്ച് കഴിഞ്ഞ ഫ്രണ്ടിലേക്ക് എന്തായാലും വരും, ആളെന്നെ പറയും. ഗൈസ്, കർമ്മയുടെ ആക്ച്വലി ഞാൻ ഈ ഒരു ലാൻഡിലാണ് ടെൻ്റ് അടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ലോക്കൽസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇവിടെ മറ്റേ പാമ്പിൻ്റെ ശല്യം ഭയങ്കര, അണലിയുടെയും അതുപോലെ തന്നെ പെരുമ്പാമ്പിൻ്റെയും ശല്യം ഭയങ്കരമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കാതെ ആ റൂഫ് ടോപ്പിൽ തന്നെ ടെൻ്റ് അടിച്ചത്. പക്ഷെ കർമ്മ നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടോ. ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് ആ ഒരു പാലുണ്ട്, ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടിയുണ്ട്, നൈസാണ്. അപ്പോൾ എയർ അടിക്കാൻ കയറിയാണ്ടാ ഇവിടെ വേണം നമുക്ക് എയർ അടിച്ച് തന്നെ. അപ്പോൾ പേരെന്താ? അപ്പോൾ നമ്മൾ തിരുവല്ലി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു മോർണിംഗ് റൈഡിൻ്റെ ക്ലോസ് ചെയ്യുന്ന ടൈമാണിത്. കാരണം ജനയ്ക്ക് ഇനി ചൂട് പറ്റില്ല, നമ്മളെവിടെയെങ്കിലും സൈഡ് ആവുന്നു. പക്ഷെ ഇന്ന് മറ്റേ ബന്ധുണ്ട്, അതുകൊണ്ട് ഫുഡ് മേടിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫുഡ് കിട്ടുന്ന സ്പോട്ട് എവിടെയാണോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഏറ്റവും കൂടിങ് കിട്ടുന്ന സ്ഥലം ഏതാണോ അത് നോക്കി നമ്മൾ സ്റ്റേ ചെയ്യില്ല. എന്നിട്ട് ഇനി വൈകുന്നേരം 4 മണി 3:30 ആകുമ്പോഴാണ് അടുത്ത റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സമ്മതി അപ്പോൾ ഫുഡൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്നു അവിടെ പമ്പിൽ. കാരണം ഇന്ന് ബന്ധാണ്. അപ്പോൾ ജന്ന പുറത്ത് നിൽപ്പുണ്ടിട്ട് ഇവിടെ ആളെ ഇതൊക്കെ മേടിച്ചു ഇവിടെ കൊണ്ട് നാക്കി തന്നു. ആള് വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കാണിക്കാത്തേട്ടാ. ഇന്നത്തെ ഭക്ഷണം നമുക്ക് ഇതാണ് കിട്ടിയത്. അത് മാത്രമല്ല, ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡിൻ്റെയും കൂടി ക്യാഷ് ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട് ആള്. എന്നിട്ട് നമുക്കിത് കഴിക്കാം. ഞാനുണ്ടോ? അപ്പോൾ നമ്മൾ ഈവനിങ് റൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ശരിക്കും 3:30 സ്റ്റാർട്ട് ചെയ്താണ്. പക്ഷെ നമ്മൾ ആകെ ഒരു 10 കിലോമീറ്റർ താഴെ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം ഒരുപാട് പേര് ആ വഴിയിൽ കാണാനുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. കുറേ കുട്ടികളെ കണ്ടു. നമ്മുടെ ഇത് മെയിനായിട്ട് ലക്ഷ്യം അതാണല്ലോ, കുട്ടികളെ കാണാൻ, സംസാരിക്കുക, അവർക്ക് വേണ്ട കുറച്ച് ഗൈഡൻസ് കൊടുക്കുക, അതൊക്കെയാണ്. അങ്ങനെ കുട്ടികളെ നമ്മൾ കുറേ പേര് കണ്ടായിരുന്നു, സംസാരിച്ചത്. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഫുഡിന് നല്ല ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇന്ന് അറിയാലോ ബന്ധായിരുന്നു, ഒറ്റ കട പോലും തുറന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഫുഡ് കാര്യത്തിന് കിട്ടിക്കാത്ത ടൈമിൽ നമുക്ക് താനൂരെത്തിയപ്പോൾ അവിടുത്തെ കുറച്ച് ഇക്കാക്കന്മാരെല്ലാവരും കൂടി നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു പുള്ളി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കൂടി തന്നായിരുന്നു. അതുകൊണ്ട് ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു പറഞ്ഞു. ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ട്. അതായത് നമുക്ക് അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമുക്ക് ഇത്രയും ടൈം ലേറ്റായി. പിന്നെ ഏകദേശം 40 കിലോമീറ്റർ അടുപ്പിക്കാനുണ്ട് കോഴിക്കോട് എന്തായാലും പിടിക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കടലുണ്ടിയിലേക്ക് പോകുന്നത്. കടലുണ്ടി ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. 10 കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ. നമ്മളിത് കടലുണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പയ്യോടെ ഇറങ്ങും. കടലുണ്ടിയിലെ വീഡിയോസ് നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെ അധികം ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലിപ്പുകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാസി ബ്രോ പോവേണ്.
ഞങ്ങളിപ്പോൾ ഏകദേശം 35 കിലോമീറ്റർ ആണ്. 35 കിലോമീറ്റർ ഏകദേശം കോഴിക്കോടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോണേ. അപ്പോൾ കാസി വീട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് ഇത്രയും ദൂരം വന്നില്ലേ? എനിക്ക് ജെന്നിനെ ആദ്യമായിട്ടല്ലേ കാണണേ? എന്താ അഭിപ്രായം? പിന്നെ ഞാനങ്ങനെ ഡോഗിനൊക്കെ അധികം നമുക്ക് ഇടപഴി പഴകാറില്ല. ഒന്ന് പേടിയാണ്. പക്ഷെ ആള് നൈസാ പാവാണ്. പേടിയുണ്ട് കേട്ടാ. ഞാൻ ഫോട്ടോ കണ്ടല്ലേ, ഞാൻ അടുത്ത് കണ്ടില്ലേ, പാവാടാ. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഇനി അവൻ്റെ അടുത്തേക്ക് തിരിക്കാം. അത് ഇനി വീട്ടിലേക്ക് അത്രയും തന്നെ ദൂരം തിരിച്ചു പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയാണ്. ഓക്കെ, ആയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിളിക്കാം. അതിരപ്പിളി കിടക്കാം. ശരി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടാ. ഞാൻ മാത്രമല്ല, ജെന്നയുണ്ട്. ഇവരുണ്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് കോഴിക്കോട്ടുള്ള. ഇവരെ വീട് നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് തന്നെ. ഞങ്ങൾ റോയൽ എൻഫീൽഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള. നമുക്ക് ഒന്നുവരെ പരിചയപ്പെടാം. ഇത് മിഥുൻ, ഞാൻ വാച്ചിൻ്റെ ഷോപ്പില്ല 1946. രണ്ടുപേരും വാച്ചിൻ്റെ തന്നെയില്ല. അത് ശരത്ത്. എന്നിപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടോ നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവരുടെ റൂമിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നില്ല. ഫുഡുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയിലേക്ക് അങ്ങനെ കയറുന്നില്ല. എന്തായാലും ഇവിടെ വെച്ച് നിർത്തിയാണ്ട്. അപ്പോൾ നമ്മുടെ ഡേ 3 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് സെപ്പറേറ്റ് ജെന്നയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നാ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. നമുക്ക് കുറച്ച് നല്ല കണ്ടൻറ്റുകൾ കിട്ടും. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടും.